So our next topic is molecular orbital theory. Molecular orbital theory. That is MOT. Molecular orbital theory, MOT. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കുറേ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ ചില തിയറികൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ഹണ്ട് ആൻഡ് മുള്ളിക്കൻ. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രൊപ്പോസ്ഡ് ബൈ ഹണ്ട് ആൻഡ് മുള്ളിക്കൻ. രണ്ട് കെമിസ്റ്റുകളാണ്, ഹണ്ട് ആൻഡ് മുള്ളിക്കൻ. ഇവരാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പറയണത് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഉണ്ടാവുക. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾ ആൻഡ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ്. ആറ്റംസ് കമ്പൈൻഡ് ടു ഫോം മോളിക്യൂൾസ് and atomic orbitals combined to form molecular orbitals. അതേപോലെ തന്നെ in molecules electrons are present in special type of orbital called molecular orbital. നമുക്കറിയാം ആറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ടാവുക അറ്റോമിക് ഓർബിറ്റലിലാണ്. അപ്പോൾ മോളിക്യൂൾസിൽ ഇലക്ട്രോൺ ഉണ്ടാവുക എവിടെയാണ്? മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് അറ്റോമിക് ഓർബിറ്റൽസ്, molecular orbitals are characterized by a set of quantum numbers. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളത്. സോ അറ്റോമിക് ഓർബിറ്റൽ പോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റലിനെ ക്യാരക്ടറൈസ് ചെയ്യാനും എ സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് നിയർലി സെയിം എനർജി ആൻഡ് പ്രോപ്പർ സിമ്മട്രി. മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുക അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്നിട്ടാണ്. അവിടെ നമ്മൾ കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റലുകൾ നിയർലി സെയിം എനർജി ഉള്ളതായിരിക്കണം. ഏകദേശം സെയിം എനർജിയുള്ള പ്രോപ്പർ സിമ്മട്രിയുള്ള അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക? മോളിക്കുലാർ ഓർബിറ്റലുകൾ ഫോം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ, മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഓർബിറ്റലുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ആറ്റമാണെങ്കിൽ അതിനൊറ്റ ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക് എന്ന് പറയാം. അറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക്. അതേസമയം മോളിക്കുലാർ ഓർബിറ്റലിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും. എത്ര ആറ്റങ്ങളാണോ കൂടിച്ചേർന്നിട്ടുള്ളത് അത്രയും ന്യൂക്ലിയസ് ഉണ്ടാവും. സോ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. Atomic orbitals are monocentric. Molecular orbitals are polycentric. Number of molecular orbitals formed is equal to number of atomic orbitals combined. The number of molecular orbitals formed is equal to the number of atomic orbitals combined. അത് എത്ര അറ്റോമിക് ഓർബിറ്റലാണോ കൂടി ചേർന്നിട്ടുള്ളത് അത്രയും മോളിക്കുലാർ ഓർബിറ്റലാണ് ഫോം ചെയ്യുക. Last one, the molecular orbitals are filled by obeying certain electron filling rules like Aufbau principle, Hund's rule and Pauli's exclusion principle. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതായത് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക. അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ചില റൂളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഓഫ്-ബോ പ്രിൻസിപ്പിളാണ്. ഓഫ്-ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ ഹൺസ് റൂൾ പറയുമ്പോൾ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വിൽ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ഓൾ ദ ഓർബിറ്റൽസ് ആർ സിംഗിളി ഓക്യുപ്പൈഡ്. പെയറിംഗ് നടക്കണമെങ്കിൽ എല്ലാ ഓർബിറ്റലുകളും സിംഗിളായിട്ട് കൊടുക്കണം. അതിനുശേഷം മാത്രമേ പെയറിംഗ് നടക്കാൻ പാടുള്ളൂ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്
No two electron in an atom can have all the 4 quantum numbers be the same. 4 ക്വാണ്ടം നമ്പറുകൾ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ഈ 4 ക്വാണ്ടം നമ്പറുകളും സെയിം ആയിട്ട് രണ്ടാമതൊരു ഇലക്ട്രോൺ ഉണ്ടാവില്ല. അതായത് ഒരു ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. No two electrons in an atom can have all the 4 quantum numbers be the same. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ ഈ റൂളൊക്കെ ഒബേ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റലുകളിലും ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക. ഇത്രയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സുകളുള്ളത്. അതായത് ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾ, അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽ. പിന്നെ ഇൻ മോളിക്യൂൾസ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ molecular orbital. Like atomic orbital, molecular orbitals are characterized by a set of quantum numbers. Then molecular orbitals are formed by the combination of atomic orbitals having almost similar energy. Molecular orbitals are polycentric. Number of molecular orbitals formed is equal to number of atomic orbitals combined. അതേപോലെ molecular orbitals are filled by obeying certain electron filling rules like Hofbauer principle, Hund's rule and Pauli's exclusion principle. ഇതാണ് molecular orbital തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 2 ആറ്റങ്ങൾ കൺസിഡർ ചെയ്യാണ്. ഒന്ന് എയും മറ്റൊന്ന് ബിയും. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ആറ്റത്തിൻ്റെ വേവ് ഫങ്ഷൻ ഒരു ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഒരു വേവ് ഫങ്ഷൻ. അതിൻ്റെ വേവ് ഫങ്ഷന് നമ്മൾ സൈ എ ബിയുടെ വേവ് ഫങ്ഷൻ സൈ ബി രണ്ടെണ്ണം എടുത്തു, സൈ എ ആൻഡ് സൈ ബി. മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുക 2 രൂപത്തിലാണ്. ഒന്നുകിൽ അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ. മോളിക്കുലാർ ഓർബിറ്റൽസ് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. ഈ അറ്റോമിക് ഓർബിറ്റലിൻ്റെ കോമ്പിനേഷൻ നടക്കുന്നത് ഒന്ന് അഡീഷൻ, മറ്റൊന്ന് സബ്ട്രാക്ഷൻ ഓഫ് ദയർ വേവ് ഫങ്ഷൻ. ഇപ്പോൾ അഡീഷൻ നടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് നടക്കും? സൈ എ പ്ലസ് സൈ ബി, സൈ എ പ്ലസ് സൈ ബി, സൈ എ പ്ലസ് സൈ ബി നടക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുക അഡീഷൻ ആണ് റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുക ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സൈ എ പ്ലസ് സൈ ബി ആണെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി സബ്ട്രാക്ഷൻ നടക്കുകയാണെങ്കിലോ സൈ എ മൈനസ് സൈ ബി, സബ്ട്രാക്ഷൻ സൈ എ മൈനസ് സൈ ബി. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. സൈ എ മൈനസ് സൈ ബി ആണെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്നിട്ടാണ്. അറ്റോമിക് ഓർബിറ്റലുകൾ 2 രൂപത്തിൽ കമ്പൈൻ ചെയ്യാം. ഒന്നുകിൽ അഡീഷനിലൂടെ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷനിലൂടെ കമ്പൈൻ ചെയ്യാം. അഡീഷനിലൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുക BMO ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. സബ്ട്രാക്ഷനിലൂടെ ആണെങ്കിൽ ABMO ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വെച്ച് ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബോണ്ട് ഓർഡർ കണ്ടെത്തുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാൻ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. 2 രൂപത്തിലേക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം അനുസരിച്ച്
മോളിക്യൂളുകളെ നമ്മൾ രണ്ട് രൂപത്തിലേക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ലൈറ്റർ മോളിക്യൂൾ എന്ന് വിളിക്കും. ലൈറ്റർ മോളിക്യൂൾ. ലൈറ്റർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ് ദാൻ 15. ഇലക്ട്രോണുകളുടെ എണ്ണം 15-ൽ താഴെയാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് വിളിക്കാം? ലൈറ്റർ മോളിക്യൂൾ. അത് 14 അതിൽ താഴെയൊക്കെ വരികയാണെങ്കിൽ അതിന് ലൈറ്റർ മോളിക്യൂൾ എന്നാണ് വിളിക്കുക. അവിടെ വരുമ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ ഓർഡർ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം ഇലക്ട്രോണെ കൊടുക്കുക എവിടേക്കാണ്? 1s ഓർബിറ്റലിലേക്കാണ്. 1s ഓർബിറ്റൽ അതിലേക്കാണ് ഇലക്ട്രോണെ കൊടുക്കുക. ഈ 1s ഓർബിറ്റലിൽ തന്നെ BMO ഉണ്ടാകും, ABMO ഉണ്ടാകും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 1sൻ്റെ അവിടെ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. അടുത്ത ഇലക്ട്രോൺ പോവുക 2sലേക്കാണ്. അപ്പോൾ അവിടെ വരിക സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അപ്പോൾ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. പിന്നെ ഇലക്ട്രോൺ പോവുക 2pയിലേക്കാണ്. 2p എന്ന് പറയുമ്പോൾ 3 ഉണ്ടാവും. 2px, 2py, 2pz. നമ്മൾ അടുത്ത ഓർബിറ്റിൽ വരുന്നത് പൈ 2px ഈക്വൽ ടു പൈ 2py. Pi 2px equal to pi 2py. Then sigma 2pz. 2px ഉം 2pyയും പൈ ഓർബിറ്റലാണ് ഫോം ചെയ്യുക. 2pz സിഗ്മ ഓർബിറ്റൽ ഫോം ചെയ്യും. ഇനി ഇതിൻ്റെ ഒക്കെ സ്റ്റാർ ഉള്ളത് ഇല്ല, ഇവിടെ നമ്മൾ സ്റ്റാർ ഇല്ലാത്ത ഒന്ന്, പിന്നെ സ്റ്റാർ ഇല്ലാത്ത സ്റ്റാർ അങ്ങനെയല്ല കൊടുത്ത്. പിന്നെ ഇതിൻ്റെ ഒക്കെ സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. എന്താണ് ഈ സിഗ്മയും പൈയും ഒക്കെ? അറ്റോമിക് ഓർബിറ്റലുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ സിഗ്മ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സിഗ്മ ഓർബിറ്റൽ ഫോം ചെയ്യുക സിഗ്മ ഓർബിറ്റൽ ഫോം ചെയ്യുകയാണെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എന്ന് പറയും. ഇപ്പോൾ എസ് ഓർബിറ്റൽ അല്ലെങ്കിൽ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? പി ഓർബിറ്റലിൻ്റെ ഷേപ്പാണ് ഡംബൽ ഷേപ്പ്. അപ്പോൾ നമ്മൾ ഒരു പി ഓർബിറ്റൽ വരച്ചു, ഒരു ഡംബൽ. അടുത്തൊരു പി ഓർബിറ്റൽ വരച്ചു, അടുത്തൊരു ഡംബൽ വരച്ചു. ഇനി ഈ എൻഡും തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരുകയാണെങ്കിൽ ഇങ്ങനെ കൂടിച്ചേരും, എൻഡ് ടു എൻഡ് ആയിട്ട് കൂടിച്ചേരുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓർബിറ്റലുകൾ സിഗ്മ ഓർബിറ്റലുകളാണ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിങ്ങിലൂടെ ഉണ്ടാവും. അതേസമയം പൈ ഓർബിറ്റൽ എന്ന് പറഞ്ഞാലോ അതിന് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതൊരു പി ഓർബിറ്റൽ ഡംബൽ, അടുത്തൊരു പി ഓർബിറ്റൽ ഡംബൽ, രണ്ടും തമ്മിൽ എന്ത് ചെയ്തു? കൂടിച്ചേർന്നു, ഓവർലാപ്പ് ചെയ്തു, ഒന്നിൻ്റെ പിറകിൽ ഒന്ന് എന്നുള്ള രൂപത്തിലാണ്. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ പൈ ഓർബിറ്റൽ ഫോം ചെയ്യും, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ സിഗ്മ ഓർബിറ്റലുകളും ഫോം ചെയ്യും. അപ്പോൾ അതാണ് സിഗ്മയും പൈയും. അപ്പോൾ ലൈറ്റർ മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് നോക്ക്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ഈക്വൽ ടു പൈ 2py. ഈക്വൽ ടു എന്ന് കൊടുത്താൽ സിമിലർ എനർജി എന്നാണ് മീനിങ്. ദെൻ സിഗ്മ 2pz, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറുള്ള ഭാഗത്തുള്ള ഇലക്ട്രോൺസ്. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണാണ് പോവുക, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സ്റ്റാറുള്ള ഇലക്ട്രോണുകളൊക്കെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. സ്റ്റാറുള്ളത് ആൻറ്റി ബോണ്ടിങ്ങിലത്തെ ഇലക്ട്രോണാണ്. സ്റ്റാർ ഇല്ലാത്തതോ ബോണ്ടിങ്ങിലത്തെ ഇലക്ട്രോണും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാവും. സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ്, സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്. അപ്പോൾ ലൈറ്റർ മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് ഇങ്ങനെ എടുക്കാം.
ഇനി രണ്ടാമത്തെ കേസ് ഹെവിയർ മോളിക്യൂൾസ്. ഹെവിയർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 15, 15 ഓർ ഗ്രേറ്റർ ദാൻ 15. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. ഈ സിഗ്മ 2pz നേരെ ഇവിടേക്ക് വരും. പൈ 2pxൻ്റെ മുമ്പിലേക്ക് എന്ത് ചെയ്യും? സിഗ്മ 2pz വരും. വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ സിഗ്മ 2pz ആദ്യം വന്നു എന്ന് വിചാരിച്ചിട്ട് സിഗ്മ സ്റ്റാർ 2pz ആദ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ലേറ്റർ മോളിക്യൂളിൻ്റെ കേസിൽ കോൺഫിഗറേഷൻ ഇതാണ്: സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. പിന്നെ ആര് വരും? സിഗ്മ 2pz നേരെ അങ്ങോട്ട് വരും. അപ്പോൾ സിഗ്മ 2pz. ദെൻ സെയിം ഓർഡർ പൈ 2px ഈക്വൽ ടു പൈ 2py. പിന്നെ ഇത് അതേപോലെ തന്നെ കൊടുക്കുക: പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ദെൻ സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് ഹെവിയർ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബോണ്ട് ഓർഡർ എന്നുള്ളൊരു കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു. ബോണ്ടിൻ്റെ എണ്ണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ലൈറ്റർ മോളിക്യൂളിൻ്റെയും ഹെവിയർ മോളിക്യൂളിൻ്റെ ഒക്കെ കോൺഫിഗറേഷൻ പഠിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബോണ്ട് ഓർഡറിൻ്റെ ബന്ധം എന്താ നമുക്ക് ആദ്യം നോക്കാം.